ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ഇന്ത്യൻ രാഷ്ട്രപതി, ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ്. അവർ ശബരിമലയിലേക്ക് വരുവാൻ പോവുകയാണ്. അവർ ആഗ്രഹിച്ചാണ് ശബരിമലയിലേക്ക് വരുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മണ്ഡല മകരവിളക്ക് മഹോത്സവം വരുന്നു. ലക്ഷോപലക്ഷം ആളുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം 55 ലക്ഷം പേർ വന്നു. ഇപ്രാവശ്യം 60 ലക്ഷത്തിലധികം ആളുകൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ഉണ്ടാക്കണ്ടേ? അവരവിടെ വരുമ്പോൾ നിരാശരായി മടങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവരുതല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ്. ഒരു പരാതി പോലും ഒരു ഭക്തനും പറയാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതുപോലെ ഞങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കണ്ടേ? അപ്പോൾ അതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെയുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾ തേടുകയാണ്. അത് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് വിനയപൂർവ്വമായ അഭ്യർത്ഥനയുള്ളത്. പിന്നെ ഇന്നത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ട് വന്നിട്ടുള്ള സർവീസിലിരിക്കുന്ന ശ്രീ സുനിൽകുമാറിനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുവാൻ കോടതി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ വിരമിച്ച ജീവനക്കാർ, അവരുമായി ബന്ധപ്പെട്ട് ഇത് KSR ബാധകമായൊരു സ്ഥാപനമാണ്. ഇപ്പോൾ KSR ഭാഗം 3 റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പെൻഷൻ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഉത്തരവിലുള്ളത്. അപ്പോൾ ഉത്തരവനുസരിച്ച് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർക്ക് ഈ റൂൾ പ്രകാരം വിശദീകരണ നോട്ടീസ് നൽകി അവരെ വിശദീകരണം വാങ്ങുവാനും തുടർ നടപടികൾ എന്താണോ ഈ നിയമത്തിൽ പറയുന്നത് അതനുസരിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ 10 ദിവസത്തിന് വിശദീകരണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാക്കിയൊക്കെ വിശദമായി നമുക്ക് സംസാരിക്കാം. ഓക്കെ. അല്ല, അതൊക്കെ നമുക്ക് പറയാൻ, അതൊക്കെ വരേണ്ട കാര്യങ്ങളല്ലേ. ഇലക്ഷൻ സ്വാഭാവികമായും പറയുമല്ലോ. ഞങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾക്ക് നവംബർ 5 വരെയാണ് ബഹുമാനപ്പെട്ട കോടതി ഇതിന്റെ കണക്ക് ബോധിപ്പിക്കുവാൻ സാവകാശം നൽകിയിട്ടുള്ളത്. അത് കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുത്തല്ലേ പറ്റുള്ളൂ. ഞങ്ങൾ കൊടുക്കും. അപ്പോഴേ എത്ര രൂപ ചെലവായി, എത്ര രൂപ സ്പോൺസർ വന്നു, എങ്ങനെയൊക്കെയാണ് നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് അന്തിമ രൂപം തെളിയും. ഞങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു നയ പൈസ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നെടുത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ആത്യന്തികമായി ചിലവാക്കില്ല. അത് ഹൈക്കോടതിയിൽ കണക്കുകൾ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഓക്കെ. ഈ കേസിൽ 2 FIR വന്നിട്ടുണ്ട്. ഒന്ന് ഈ ദ്വാരപാലരുടെയും മറ്റൊന്ന് ഈ ശ്രീകോവിലെ കട്ടളയുടെയും. പക്ഷെ ഇതിൽ ഇതിൽ മാത്രമാണ് അന്നത്തെ ബോർഡ് പ്രതികരിക്കുന്നത്. മറ്റേ 2 ഒരേ സമയത്ത് നടന്ന ഇഷ്യൂ ആണ്, ഒരേ ബോർഡാണ്. എന്തുകൊണ്ടാണ് ഈ ദ്വാരപാലരുടെ ഈ പ്രതിപട്ടികയിൽ ബോർഡ് പെടാത്തത്? അതൊന്നും ഞങ്ങൾ വ്യക്തമാക്കേണ്ട കാര്യങ്ങളല്ലല്ലോ. അതെല്ലാം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണ സമിതി പ്രതികരിച്ചതല്ലേ. അത് ഞങ്ങൾ അഭിപ്രായം പറയാൻ പോലും പാടില്ല അതിനെ സംബന്ധിച്ച്. ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ബോർഡ് നടക്കുക, ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ബോർഡ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്തായാലും ആ കത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അറിയില്ല, ഞങ്ങൾ ബോർഡ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് പ്ലാൻ ആയിട്ടുണ്ട്. അത് ഒരു ചാർട്ടായിട്ടുണ്ട്. ഏത് അങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. വാർത്ത അങ്ങനെ പലതും പുറത്തു വരും. ഞങ്ങൾ ദേവസ്വം ബോർഡിൽ ബോർഡ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് അതുമായി ഒരു ഇൻഫർമേഷനും ഇല്ല, ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. ഈ നോട്ടീസ് കൊടുത്ത ശേഷം 10 ദിവസം നോട്ടീസ് ഉണ്ടല്ലോ. നോട്ടീസ് കൊടുത്ത ശേഷം പിന്നെ എന്താണ് തുടർ നടപടി? എങ്ങനെയായിരിക്കും അത്? അല്ല, വരട്ടെ, നമുക്ക് അത് ആലോചിക്കാം. ഇല്ല, അത് അറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇല്ല. അതൊന്ന് പറയട്ടെ, പറഞ്ഞതിന് ശേഷം പറയാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിലവിൽ ഈ സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. എന്തായാലും കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാവും വൈകാതെ എന്നുകൂടി PS പ്രശാന്ത് പറയുന്നു. 98-ൽ സ്വർണം പൂശിയതാണ്. പിന്നീട് ഇങ്ങോട്ട് ക്രമക്കേടുകൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചത്. പിന്നീട് വന്ന ഓരോരുത്തരും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ തന്നെ അന്വേഷണം നടക്കുന്നു. അതിലെല്ലാം ഒരു വ്യക്തത ഉണ്ടാകും. ഈ അന്വേഷണം സംഘം അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. അതിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നാണ് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.